അപ്പോൾ ഹലോ മച്ചന്മാരെ, ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത് നമ്മുടെ പഴയ ഫോർഫിറ്റ് ആ ഡിഷയിൽ നമ്മൾ ബംഗ്ലാദേശിൻ്റെ സാറ്റലൈറ്റായ ബംഗ്ലാബന്ധു ഞാനപ്പോൾ 4 ഫിറ്റുകളാണ് നോക്കിയാണേ. ഞാനത് മീറ്ററിലേക്ക് കൊടുത്തിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഒരു 3-4 ചാനലാണ് അതിനകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ബംഗ്ലാദേശും ഇന്ത്യ ആയിട്ടുള്ള കളിയുണ്ട്. അപ്പോൾ കളി കാണിക്കും എന്നുള്ള ധാരണയിലാണ് ഞാനത് വെറുതെ ട്രാക്ക് ചെയ്തത്. പക്ഷേ കളി കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. അപ്പോൾ LMB സ്ക്രൂ ഒന്നുമില്ല, ചുമ്മാ LMB സ്കാലറിങ്ങൊന്നും വെച്ചിട്ടില്ല, ചുമ്മാ LMB വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിഷ്, അതായത് ട്യൂണിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം എത്ര ചാനൽ ട്യൂണാവുമെന്ന് നോക്കാം. 4 ഫിറ്റാണ്. ഇത് ഔട്ട് ഓഫ് കവറേജ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഔട്ട് ഓഫ് കവറേജ് ആണോ അല്ലയോ എന്ന് വ്യക്തമല്ല. ഔട്ട് ഓഫ് കവറേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ 4 ഫിറ്റല്ലേ കിട്ടുള്ളൂ. 2 അടി കിട്ടാൻ വഴിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 4 ഫിറ്റ് നമുക്ക് കിട്ടിയത്. ആകെ 4 ചാനലാണ് കിട്ടിയത്. അപ്പോൾ 4 ചാനലിൽ പന്ത് കളി ഉണ്ടോയെന്ന് നോക്കാം. ഇന്നിപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യ ആയിട്ടുള്ള കളി ഉണ്ടായിരുന്നു. അതിൽ ബംഗ്ലാദേശിൻ്റെ കളി ഇല്ല. നമുക്ക് ചാനൽ അങ്ങനെ കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ അത് അറിയാതെ കണ്ടു പോവാണ്. നമ്മളൊരാൾ തന്നെ വീഡിയോ പിടിക്കുകയും ചെയ്യണം, എല്ലാം വേണമല്ലോ. അപ്പം നമുക്ക് നോക്കാം. അടുത്ത ചാനൽ നോക്കാം. അടുത്ത ചാനലിലും കളിയില്ല. അടുത്ത ചാനൽ നോക്കാം. അടുത്ത ചാനലും കളിയില്ല. അടുത്ത ചാനൽ നോക്കാം. അതിനകത്തും കളിയില്ല. അതൊക്കെ കാണിക്കുന്ന ചാനൽ ഇത് തന്നെയാണ്. ഒരു ചാനലിൽ കാണിച്ചു തന്നെയാണ് എല്ലാ ചാനലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കളിയില്ല. 4 ചാനലും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ മറ്റേ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് തന്നെ ചോദിച്ചാലേ ആളുകൾ തരുള്ളൂ. അതാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ ഇഷ്ടമായ ബെല്ലൈക്കൺ അടിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.